ഹലോ! ഇതൊരു പട്ടി വ്ലോഗാണ് കേട്ടോ. വേറൊന്നുമല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ബ്ലൂബെറി പറിക്കാനായിട്ട് അതിൻ്റെ ആ ഒരു പാടത്തോടെയൊക്കെ പോയപ്പോൾ ഒരു പട്ടി വന്നു കേട്ടോ. ആ പട്ടി ഭയങ്കര തമാശയായിരുന്നു. നമ്മളെ ഒന്നും പറിക്കാൻ സമ്മതിക്കാതെ നമ്മുടെ ചുറ്റും ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു അവിടെ ഞങ്ങളെപ്പോലെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ആരുടെയെങ്കിലും കൂടെ വന്ന പട്ടിയായിരിക്കും എന്ന് ആദ്യം വിചാരിച്ചു. പക്ഷെ അവരുടെ ആരുടെ അല്ല കേട്ടോ. ഈ പട്ടി എവിടുന്ന് വന്നാന്ന് പോരുന്നവരെ ഞങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടിയില്ല. എന്ത് തന്നെയായാലും ഈ പട്ടി എപ്പോഴും എവിടുന്നെങ്കിലും ഒരു കോലും പിടിച്ചുകൊണ്ട് നമ്മുടെ അടുത്തോട്ട് വരും. എന്നിട്ട് നമ്മൾ ഈ കോല് എറിഞ്ഞു കൊടുക്കണം. അപ്പോൾ പട്ടി വീണ്ടും അത് എടുത്തുകൊണ്ട് നമ്മുടെ അടുത്തോട്ട് വരും. ഇത് തന്നെയായിരുന്നു കേട്ടോ പട്ടിയുടെ ഫുൾ പരിപാടി. പക്ഷേ ഇവനെ കണ്ടാൽ നമുക്കൊരു ചെറുതായിട്ടൊക്കെ പേടി തോന്നും. പക്ഷേ ഇവിടുത്തെ പട്ടികളൊക്കെ ഒരു 90 അല്ലെങ്കിൽ ഒരു 99% അങ്ങനെ ഉപദ്രവിക്കൊന്നുമില്ലാത്ത നല്ല സ്നേഹമുള്ള നല്ല പട്ടികളാട്ടോ. നന്നായിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ള പട്ടികളൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ എന്ത് തന്നെയായാലും ഈ പട്ടിക്ക് ഇങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മുടെ കൂടെ ഇരുന്ന് കളിക്കാനൊക്കെ ആയിട്ട്. പക്ഷെ നമുക്ക് സമയമുണ്ടോ? നമ്മൾ ഈ ബ്ലൂബെറി പറിക്കാൻ വന്നതല്ലേ. ബ്ലൂബെറി പറിച്ച് കഴിയുമ്പോൾ തന്നെയും കുറേ സമയമാവും. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, പട്ടിയുടെ കൂടെ കളിക്കാനായിട്ട് നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. എന്ത് തന്നെയായാലും പട്ടി നമ്മളെ വിടുന്ന ഒരു ലക്ഷണം ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളെവിടെ പോയാലും എങ്ങോട്ട് നീങ്ങിയാലും പട്ടി കറക്റ്റായിട്ട് നമ്മുടെ അടുത്ത് വന്ന് നിൽക്കും. അതിൻ്റെ ആ ഒരു നിപ്പൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും കേട്ടോ. കാരണം നല്ല സ്നേഹമുള്ള ഒരു പാവം പിടിച്ച പട്ടിയായിട്ട് അതിനെന്താ പറയുന്നത്, ഒരു പാവമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. എന്തായാലും പട്ടി എൻ്റെ അടുത്ത് അധികം നേരം വന്നില്ല. അതെന്താണെന്ന് അറിയില്ല. നമ്മുടെ കൊച്ചിൻ്റെ അടുത്തുനിന്ന് ചേട്ടൻ്റെ അടുത്തുമൊക്കെ ആയിരുന്നു കളിക്കാനായിട്ട് ഇങ്ങനെ ഓടി ഓടി നടന്നുകൊണ്ടിരുന്ന പട്ടിയുടെ ഓരോരോ ആഗ്രഹങ്ങളല്ലേ. എന്ത് തന്നെയായാലും കുറേ നേരമൊക്കെ അവർ ആ പട്ടീനെ കളിപ്പിച്ചു കേട്ടോ. കൊച്ചിനാണെങ്കിൽ ഈ പട്ടീനെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടമായി. അല്ലെങ്കിലും കുട്ടികൾക്കൊക്കെ ഇങ്ങനെയുള്ള ആനിമൽസിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അങ്ങനെ കുറേ നേരം കളിപ്പിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞു. പട്ടി പോയി.